കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ നടന്ന ഒരു അപകടത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. അപകടത്തിന് തൊട്ടു മുൻപ് യാത്രക്കാരിൽ ഒരാളുടെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളാണിവ. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ആ ദൃശ്യങ്ങളിലേക്ക്. അഞ്ജലി ജോൺ തത്സമയം ചേരുന്നു നമ്മുടെ കൂടെ. അഞ്ജലി, ഗുഡ് മോർണിംഗ്. ഈ അപകടത്തിൽ പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് കൂടി ഞാൻ ആശങ്കപ്പെടുകയാണ്. കാരണം അതൊരു വലിയ വളവൊക്കെ ആയിട്ട് നമുക്ക് തോന്നുന്നു. ഒരു ഹെയർ പിൻ വളവൊക്കെ ഇറങ്ങി വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒപ്പം ഈ ദൃശ്യം ചിത്രീകരിച്ച ആളുടെ ആരോഗ്യനിലയും സുരക്ഷിതമല്ലേ എന്നറിയാനും ഒരു ആകാംക്ഷയുണ്ട്. അതെ മോദി, ഞാനും ആദ്യം ഈ വീഡിയോ കണ്ടപ്പോൾ അവരെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചത്. ഏകദേശം ഞായറാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് സപുതാര ഘട്ട്, ഗുജറാത്തിലെ സപുതാര ഘട്ടിൽ ഇതുപോലെ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഭയാനകമെന്നും പറയാം, അതിലപ്പുറം നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഒരു വലിയ കൊടും ഒരു ഹെയർ പിൻ വളവാണ്. ആ വളവ് വളഞ്ഞിങ്ങ് വരുന്ന രീതിയിൽ അവിടുത്തെ കാഴ്ചകളെല്ലാം ഒപ്പിയെടുക്കുകയായിരുന്നു ഈ ടൂറിസ്റ്റ് ബസ്സിലുണ്ടായിരുന്ന ഈ ഒരു യാത്രക്കാരൻ. ആ സമയത്താണ് പെട്ടെന്ന് നമുക്ക് കാണാം സൈഡിലൂടെ ഒരു ലോറി ഉണ്ട്. ആ ലോറിയെ പെട്ടെന്ന് കടന്ന ഓവർടേക്ക് ചെയ്തതാണ്. പക്ഷേ എന്താണ് സംഭവിച്ചെന്ന് വ്യക്തമായില്ല. പെട്ടെന്ന് തന്നെ ഡ്രൈവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഏറെ വേദനിപ്പിക്കുന്ന കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഞായറാഴ്ച നടന്ന സംഭവമാണ്. തത്സമയം തന്നെ 2 കുട്ടികളാണ്, ചെറിയ കുട്ടികൾ തന്നെ സ്പോട്ടിൽ തന്നെ മരിക്കുകയുണ്ടായി. ഏകദേശം 70ഓളം ടൂറിസ്റ്റുകളായിരുന്നു സൂറത്തിൽ നിന്ന് ഈ പറയുന്ന ഈ ഘട്ടിലേക്കുള്ള ബസ് യാത്രയിലുണ്ടായിരുന്നത്. 2 പേര് തത്സമയം തന്നെ മരിക്കുകയുണ്ടായി. ബാക്കിയുള്ളവരെല്ലാം ആശുപത്രിയിൽ ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോകുകയാണ്. എന്തായാലും ഇവരെല്ലാവരും എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. എന്തായാലും ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, മഴയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ കൊടും വളവിലൊക്കെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ആ ബസ്സിലുണ്ടായിരുന്നത് 70 പേരുടെ ജീവൻ ഇപ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. മഴ സമയത്ത് യാത്ര ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അത് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. അഞ്ജലി പറഞ്ഞതിൽ അതിൽ കൃത്യമായ ഒരു പോയിന്റ് ഉണ്ട്.